السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد ഫിഖ് പാഠം 280 പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഏറ്റവും ഉചിതമായ അവസരം അത് നിസ്കാരത്തിലാകുമ്പോഴാണ്. നിസ്കാരത്തിലെ ഖിയാമാണല്ലോ ഖുർആൻ പാരായണത്തിൻ്റെ മഹല്ല്. അപ്പോൾ നിസ്കാരത്തിലെ ഖിയാമിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന അത്ര പ്രതിഫലം നിസ്കാരത്തിലല്ലാത്തപ്പോഴുള്ള ഖുർആൻ പാരായണത്തിന് ലഭിക്കില്ല. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ, ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ ഖുർആനോത്ത് അത് നിസ്കാരത്തിലെ ഖിയാമിലുള്ള ഓത്താണ്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ അദ്കാറിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: യഅലം അന്ന അഫ്ളലൽ ഖിറാഅ മാ കാന ഫിസ്സലാത്ത്. ശ്രേഷ്ഠകരമായ പാരായണം അത് നിസ്കാരത്തിലാകുമ്പോഴാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഫത്ഹുൽ മുഈനിന്റെ വിശദീകരണ ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത് കാണും: മൻ ഖറഅൽ ഖുർആന വഹുവ ഖായിമുൻ ഫിസ്സലാഹ് കാന ലഹു ബികുല്ലി ഹർഫിൻ മിഅതു ഹസന. നിസ്കാരത്തിലായിരിക്കെ ഒരാൾ ഖുർആൻ ഓതുമ്പോൾ ഓരോ അക്ഷരത്തിനും 100 ഹസനത്താണ് അദ്ദേഹത്തിന് പ്രതിഫലമായി രേഖപ്പെടുക. നിസ്കാരത്തിലല്ലാത്തപ്പോൾ സാധാരണഗതിയിൽ ഒരു അക്ഷരത്തിന് 10 ഹസനത്താണ്. എന്നാൽ വുളൂഓട് കൂടെയാണെങ്കിൽ 25 ഹസനത്താണ്. എന്നാൽ നിസ്കാരത്തിലെ ഖിയാമിലാകുമ്പോൾ 100 ഹസനത്താണ് ലഭിക്കുക. ഖിയാമിലാകുമ്പോൾ എന്നത് ശ്രദ്ധേയമാണ്. ഒരാൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ നൃത്തത്തിൻ്റെ സ്ഥാനത്ത് ഇരുത്തമാണ്. ആ ഇരുത്തത്തിലുള്ള ഓത്തിന് നൃത്തത്തിലുള്ള ഓത്തിൻ്റെ പകുതി മാത്രമേ കൂലി ലഭിക്കുകയുള്ളൂ. 50 ഹസനത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നൃത്തത്തിലുള്ള ഓത്തിനാണ് 100 ഹസനത്ത് പ്രതിഫലമായി രേഖപ്പെടുക എന്ന് മഹാന്മാർ എഴുതി വച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഖുർആനോത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് ദീർഘമായി ഖുർആനോതി നിസ്കാരത്തിലെ ഖിയാമിനെ നീട്ടുക എന്നത് ഏറ്റവും പ്രതിഫലാർഹമായ അമലാണ്. ഹബീബരായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇംറാനും സൂറത്തുൻ നിസാഉം അങ്ങനെ തുടങ്ങിയ സുദീർഘമായ സൂറത്തുകൾ ഖിയാമിൽ പാരായണം ചെയ്തതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കഴിയുന്നത്ര നിസ്കാരത്തിലെ ഖിയാമിൽ ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. അത് ഏറെ പുണ്യകരമായ കർമ്മമാണ്. ഏറ്റവും പ്രതിഫലാർഹമായ പാരായണം അതാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അള്ളാഹു നമുക്കും നിസ്കാരത്തിൽ ഖുർആനോത്ത് ധാരാളം വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.